യും ദേശീയബോധവും പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ച് സി സദാനന്ദൻ മാസ്റ്റർ. കേരള എന്ന കൊളോണിയൽ പ്രയോഗത്തിൽ നിന്ന് തനതായ കേരളം എന്ന പേരിനായുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം നൽകിയ കേന്ദ്ര സർക്കാരിന് അദ്ദേഹം നന്ദി അറിയിച്ചു. രാജ്യസഭയിൽ പ്രസംഗത്തിനിടെ ദേശഭക്തി ഗാനം ആലപിച്ച മാസ്റ്റർ ആദിശങ്കരൻ, ശ്രീനാരായണ ഗുരു തുടങ്ങിയ ആത്മീയ പ്രമുഖരെയും അനുസ്മരിച്ചു. കൊളോണിയൽ ശേഷിപ്പുകളിൽ നിന്ന് മാറി തനതായ സംസ്കാരത്തിലേക്ക് നാട് മടങ്ങുന്നതിന്റെ പ്രതീകമായാണ് കേരളം എന്ന പേരുമാറ്റത്തെ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. കേരള എന്ന കൊളോണിയൽ സംസ്കാരം പേറുന്ന പേരിൽ നിന്ന് കേരളം എന്ന ചരിത്രപരമായ സാംസ്കാരിക ഉന്നതിയുള്ള സാംസ്കാരിക പാരമ്പര്യം പേറുന്ന പേരിലേക്കുള്ള നമ്മുടെ പ്രയാണം അഭിമാനകരമാണ് സർ. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ചലനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ. അത് ഈ വിഷയവുമായി ഏറെ ബന്ധമുള്ളത് തന്നെയാണ് സർ. കേരളം എന്ന ഔദ്യോഗിക നാമത്തിലേക്ക് മാറാൻ വഴിയൊരുക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കേരള ജനതയുടെ പേരിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കേരളം എന്ന തനിമയുള്ള പേരിലേക്ക് മാറ്റുന്നതിനാവശ്യമായ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്ന ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും ആദരണീയനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെയും ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്, വിനയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അവരോട് എന്റെ കൃതജ്ഞത കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് സർ. പ്രസംഗത്തിനിടെ രാജ്യസഭയിൽ ഗണഗീതം ആലപിച്ചാണ് സദാനന്ദൻ മാസ്റ്റർ സഭയുടെ ശ്രദ്ധ കവർന്നത്. കേരളത്തിന്റെ ഭാഷ മലയാളം അതീവ സുന്ദരമാണ്. ആ ഭാഷയിൽ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു ഗീതം ഞാനതിവിടെ ഉദ്ധരിക്കാം സർ. ആദിശങ്കരൻ ആത്മബോധമുണർന്നുയർന്നൊരു കേരളം, ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം, മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ, ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം. സർ, കേരളത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു കവിതാ ശകലം ഞാൻ ആദ്യമായി ഉദ്ധരിക്കാനുള്ള കാരണം, നമ്മുടെ ഈ കേരളത്തിന്റെ ശ്രേഷ്ഠമായ സംസ്കൃതി കുടികൊള്ളുന്നത് ഭാരതം എന്ന മഹത്തായ സങ്കല്പത്തിന്റെ ബലത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സർ. കേരളത്തിൽ ഭാരതത്തിന്റെ തെക്കുഭാഗത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ പിറവിയെടുത്ത ആദിശങ്കരൻ അദ്വൈത ദർശനം ഈ നാടിന് പകർന്നു നൽകിയ ശ്രീശങ്കരൻ, അദ്ദേഹം മുഴുവൻ ഭാരതത്തിലും സഞ്ചരിച്ചതിന് ശേഷം ഭാരതത്തിന്റെ വടക്കേയറ്റത്ത് സർവജ്ഞപീഠം, കാശ്മീരിൽ സർവജ്ഞപീഠം കയറി തന്റെ ദാർശനികമായ കരുത്ത് ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ മഹാപുരുഷനാണ് സർ. ആ ശങ്കരന്റെ പേരിലാണ് കേരളം ഇന്നറിയപ്പെടുന്നത്. ജനം, ഡൽഹി.